ഹലോ എവ്രി വൺ, വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നോമൻക്ലേച്ചർ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. ഇതിന് മുന്നത്തെ വീഡിയോയിൽ എന്താണ് ഓർഗാനിക് കെമിസ്ട്രി എന്നും അതുപോലെ തന്നെ ക്ലാസിഫിക്കേഷൻ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ് എന്ന് പറയുന്ന ടോപ്പിക്ക് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കാണാത്തവർ കാണുക. വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് നോമൻക്ലേച്ചർ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ് ആണ്. അതായത് നമ്മുടെ ഓർഗാനിക് കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത് നോമൻക്ലേച്ചർ ചെയ്തിരിക്കുന്നത് രണ്ട് രീതിയിലാണ്. ഒന്നെന്ന് പറയുന്നത് ട്രൈവിയൽ സിസ്റ്റം, അതല്ല എങ്കിൽ കോമൺ സിസ്റ്റം എന്നും. രണ്ടാമതെന്ന് പറയുന്നത് നമുക്ക് ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്ത് വരുന്ന IUPAC സിസ്റ്റവുമാണ് നമ്മൾ പറയുന്നത്. സോ ഫസ്റ്റ് മെത്തേഡ് പറയുവാണെങ്കിൽ, അതായത് ഫസ്റ്റ് സിസ്റ്റം ട്രൈവിയൽ സിസ്റ്റം എന്ന് പറയുന്നത് ഓർഗാനിക് കോമ്പൗണ്ട്സിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് അതിലുള്ള, അതായത് ഓർഗാനിക് കോമ്പൗണ്ട്സ് ഏത് സോഴ്സിൽ നിന്നാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്, അതുപോലെ തന്നെ അതിൻ്റെ സ്ട്രക്ചറിനെയും പ്രോപ്പർട്ടീസിനെയും ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു ട്രൈവിയൽ സിസ്റ്റം ഓഫ് നോമൻക്ലേച്ചർ ഉള്ളത്. പക്ഷേ ഇതെന്ന് പറയുന്നത്, ഇതിൻ്റെ ഡീമെറിറ്റ് എന്താണ്, നമുക്ക് ഒരുപാട് കോംപ്ലക്സ് ആയിട്ടുള്ള മോളിക്യൂൾസിനെ ഈ ഒരു രീതിയിൽ നമുക്ക് നോമൻക്ലേച്ചർ ചെയ്യാനായിട്ട് പറ്റത്തില്ല. അതുപോലെ തന്നെ ഇതൊരു കോമൺ നെയിമാണ്. അപ്പോൾ നമുക്ക് ഒരുപാട് ഡീറ്റെയിൽഡായിട്ട് ആ ഒരു നെയിം വെച്ചിട്ട് തന്നെ അതിൻ്റെ സ്ട്രക്ചർ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റത്തില്ല. കോമൺ ആയിട്ട് ഉള്ള നെയിംസ് ആണ്. ഓക്കെ, അപ്പോൾ IUPAC സിസ്റ്റം വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ സ്ട്രക്ചർ വെച്ചിട്ട് നോമൻക്ലേച്ചർ ചെയ്യുന്നതാണ്. സോ നമുക്ക് ഒരു ഐഡിയ കിട്ടും. പക്ഷേ ട്രൈവിയൽ സിസ്റ്റം എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ കോമൺ നെയിംസ് ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ പറയുവാണെങ്കിൽ മെത്തനോൾ, ട്രൈവിയൽ സിസ്റ്റം വെച്ചിട്ട് നമ്മൾ മെത്തനോൾ പറയുന്നത് ഒരു സോഴ്സ് വെച്ചിട്ടാണ് അതിന് ഇങ്ങനെ കോമൺ ആയിട്ട് നെയിം ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മളിപ്പം ഗ്ലൂക്കോസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ട്രൈവിയൽ സിസ്റ്റത്തിൽ അതിൻ്റെ പ്രോപ്പർട്ടിയും സ്ട്രക്ചറും ബേസ് ചെയ്തിട്ടാണ് ആ ഒരു ഗ്ലൂക്കോസ് എന്ന് പറഞ്ഞിട്ടുള്ള കോമൺ നെയിം അതിന് കൊടുത്തിട്ടുള്ളത്. സോ നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ സിലബസിൽ മെൻഷൻ ചെയ്തിട്ടുള്ളതും അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സിസ്റ്റവും നോമൻക്ലേച്ചറിങ് സിസ്റ്റവുമാണ് IUPAC സിസ്റ്റം. അപ്പോൾ ഈ IUPAC സിസ്റ്റം എന്ന് പറയുന്നത് എന്താണ്? ഇൻ്റർനാഷണൽ യൂണിയൻ ഓഫ് പ്യുവർ ആൻഡ് അപ്ലൈഡ് കെമിസ്ട്രി, അതാണ് ഈ IUPACയുടെ ഫുൾ ഫോം എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ഈ ഒരു മെത്തേഡ് വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് കോമ്പൗണ്ട്സിനെ നെയിമിങ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അതായത് മെയിനായിട്ട് നമ്മൾ പറയുവാണെങ്കിൽ ഇവിടെ IUPAC സിസ്റ്റം വച്ചിട്ട് ഒരു കോമ്പൗണ്ടിനെ നെയിം ചെയ്യാനായിട്ട് നമ്മൾ 4 കാര്യങ്ങളാണ് പറയുന്നത്. ആദ്യം എന്ന് പറയുന്നത് ഒരു പ്രിഫിക്സ് പ്രസൻ്റ് ആയിരിക്കും. അതിൽ ആ ഒരു IUPAC നെയിമിൽ എന്ത് പ്രസൻ്റ് ആയിരിക്കും? പ്രിഫിക്സ് പ്രസൻ്റ് ആയിരിക്കും. അതുപോലെ തന്നെ പ്രിഫിക്സിനോട് ചേർന്ന് നമ്മൾ ഒരു വേർഡ് റൂട്ട് പ്രസൻ്റ് ആയിരിക്കും. നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഒരു പ്രൈമറി സഫിക്സ് കാണും. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഒരു സെക്കൻഡറി സഫിക്സ് കാണും. അപ്പോൾ ഇത്രയും വെച്ചിട്ടാണ് നമ്മളൊരു ഓർഗാനിക് കോമ്പൗണ്ടിന് എന്ത് ചെയ്യുന്നത്? IUPAC സിസ്റ്റം വെച്ചിട്ട് നെയിമിങ് ചെയ്യുന്നത്. ഇനി ഇത് ഓരോന്നും, ഈ പ്രിഫിക്സ് എന്താണ്, അതുപോലെ തന്നെ എന്താണ് വേർഡ് റൂട്ട് എന്താണ് എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്. അതായത് പ്രിഫിക്സ് എന്ന് പറയുമ്പോഴത്തേക്ക് അത് ഡിനോട്ട് ചെയ്യുന്നത്, ഇപ്പോൾ നമ്മുടെ ഒരു മെയിൻ കാർബൺ ചെയിൻ കാണും. ആ ഒരു മെയിൻ കാർബൺ ചെയിനിൽ ഏതൊക്കെ സബ്സ്റ്റിറ്റ്യുവൻ്റ് ആണോ പ്രസൻ്റ് ആയിട്ടുള്ളത് ആ ഒരു സബ്സ്റ്റിറ്റ്യുവൻസിനെയാണ് നമ്മൾ പ്രിഫിക്സ് എന്നതുകൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മുടെ കാർബൺ ചെയിനിൽ എന്താണ്, ഇതാണ് നമ്മുടെ 3 കാർബണുള്ള ഒരു ചെയിന്. ഇനി ഇതിൽ സബ്സ്റ്റിറ്റ്യുവൻ്റായിട്ട് നമുക്ക് ഫ്ലൂറിനാണ് വന്നത്. അങ്ങനെയാണ് എങ്കിൽ നമ്മൾ അവിടെ കൊടുക്കുന്ന പ്രിഫിക്സ് എന്ന് പറയുന്നത് ഫ്ലൂറിൻ, അതായത് ഫ്ലൂറിൻ എന്ന് പറയുന്ന സഫിക്സിന് നമ്മൾ സബ്സ്റ്റിറ്റ്യുവൻറ്റിന് നമ്മൾ കൊടുക്കുന്ന പ്രിഫിക്സ് എന്താണ്? ഫ്ലൂറോ എന്നാണ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ചെയിനിൽ ക്ലോറിനാണ് പ്രസൻ്റ് ആയിട്ടുള്ളതെങ്കിൽ അതിന് നമ്മൾ ക്ലോറോ എന്ന സഫിക്സ് കൊടുക്കും. സോ ഇങ്ങനെയാണ് നമ്മൾ സഫിക്സ് പറയുന്നത്. നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് വേർഡ് റൂട്ടാണ്. അതായത് വേർഡ് റൂട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ഈ ഒരു കാർബൺ ചെയിനിൽ എത്ര നമ്പർ ഓഫ് കാർബൺസ് ആണോ പ്രസൻ്റ് ആയിട്ടുള്ളത്, അതായത് നമ്മുടെ പാരൻറ്റ് കാർബൺ ചെയിനിൽ എത്ര നമ്പർ ഓഫ് കാർബൺസ് ആണോ പ്രസൻ്റ് ആയിട്ടുള്ളത് അതിനെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞിരിക്കുന്നത്? ഈ ഒരു വേർഡ് റൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ 3 കാർബണാണ്. അപ്പോൾ 3 കാർബൺ ആണെങ്കിൽ അതിന് എന്തെന്ന് പറയും? പ്രൊപ്പ് എന്നാണ് പറയുന്നത്. സോ ഫസ്റ്റ് ഒരു കാർബൺ മാത്രമാണ് പ്രസൻ്റ് ആയിട്ടുള്ളതെങ്കിൽ അതിനെ മെത്തെന്നും, 2 കാർബൺ പ്രസൻ്റ് ആയിട്ടുണ്ടെങ്കിൽ എത്തെന്നും, 3 കാർബൺ ആണെങ്കിൽ പ്രൊപ്പ്, ഇങ്ങനെയാണ് നമ്മൾ പറയുന്നത്. സോ ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണല്ലേ. സോ
നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് എന്താണ്? പ്രൈമറി സഫിക്സ് ആണ്. അതായത് പ്രൈമറി സഫിക്സ് എന്ന് പറയുന്നത് ഒരു കോമ്പൗണ്ടിൽ, അതായത് നമ്മളിപ്പോൾ പറഞ്ഞിരിക്കുന്നില്ല ഈ ഒരു ലോങ് ചെയിനിൽ അല്ലെങ്കിൽ എന്താണ് നമ്മുടെ കോമ്പൗണ്ടിൽ കാർബൺസ് ജോയിൻ ചെയ്തിരിക്കുന്നത് ഏത് ബോണ്ട് വെച്ചിട്ടാണ്? അതായത് സാച്ചുറേറ്റഡ് ആണോ അൺസാച്ചുറേറ്റഡ് ആണോ? മറ്റൊരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ സിംഗിൾ ബോണ്ട് വെച്ചിട്ടാണോ അതോ ഡബിൾ ബോണ്ട് ആണോ ട്രിപ്പിൾ ബോണ്ട് വെച്ചിട്ടാണോ നമ്മുടെ കാർബൺ ജോയിൻ ചെയ്തിട്ടുള്ളത്? അതിനെയാണ് നമ്മൾ പ്രൈമറി സഫിക്സ് എന്ന് പറയുന്നത്. അതായത് ഇപ്പം നമ്മുടെ കാർബൺസ് എന്ന് പറയുന്നത് സിംഗിൾ ബോണ്ട് വെച്ചിട്ടാണ് ജോയിൻ ചെയ്തിട്ടുള്ളതെങ്കിൽ അതിന് നമ്മൾ എന്തെന്ന് പറയും? അതിൻ്റെ ആ ഒരു കോമ്പൗണ്ടിൻ്റെ കൂടെ നമ്മൾ എൻ ചേർത്ത് കൊടുക്കും, ANE കൂടി ആഡ് ചെയ്ത് കൊടുക്കും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 3 കാർബൺ ഉള്ള ഒരു കോമ്പൗണ്ട് ആണെങ്കിൽ നമ്മൾ അതിനെ എന്ത് പറയും? പ്രൊപ്പേൻ. അതേസമയം ഇപ്പോൾ കാർബൺസ് തമ്മിൽ ഡബിൾ ബോണ്ടാണ് പ്രസൻ്റ് ആയിട്ടുള്ളതെങ്കിൽ ആ ഒരു കോമ്പൗണ്ടിൻ്റെ കൂടെ നമ്മൾ ഈൻ ചേർത്ത് കൊടുക്കും. അതുപോലെ തന്നെ ട്രിപ്പിൾ ബോണ്ട് പ്രസൻ്റ് ആയിട്ടുണ്ടെങ്കിൽ എന്ത് പറഞ്ഞു കൊടുക്കും? നമ്മൾ ഐൻ എന്നാണ് ചേർക്കുന്നത്. ഓക്കെ, ഇത്രയുമാണ് നമ്മൾ പറയുന്നത്. ഇനി നെക്സ്റ്റ് പറയുന്നത് സെക്കൻഡറി സഫിക്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പം നമ്മൾ പറഞ്ഞിരിക്കുന്ന ആ ഒരു കോമ്പൗണ്ടിൽ ഏതൊരു ഫങ്ഷണൽ ഗ്രൂപ്പാണോ പ്രസൻ്റ് ആയിട്ടുള്ളത് ആ ഒരു ഫങ്ഷണൽ ഗ്രൂപ്പിനെയാണ് നമ്മൾ സെക്കൻഡറി സഫിക്സ് എന്നതുകൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ആൽക്കഹോൾ ഗ്രൂപ്പ്, അതായത് OH ഗ്രൂപ്പാണ് ആ ഒരു കോമ്പൗണ്ടിൽ പ്രസൻ്റ് ആയിട്ടുള്ളതെങ്കിൽ നമ്മൾ അതിൻ്റെ കൂടെ ആ ഒരു കോമ്പൗണ്ടിൻ്റെ കൂടെ ആ ഒരു എന്താണ് ഫങ്ഷണൽ ഗ്രൂപ്പിനെ ഡിനോട്ട് ചെയ്യാനായിട്ട് ഓൾ എന്നാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ കാർബോക്സിലിക് ആസിഡ് COOH ആണ് ഉള്ളതെങ്കിൽ അതിനെ ഡിനോട്ട് ചെയ്യാനായിട്ട് നമ്മൾ എന്താണ്? OIC ആസിഡ് എന്നാണ് ആ ഒരു കോമ്പൗണ്ടിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുന്നത്, OIC ആസിഡ്. സോ ഇതിപ്പോൾ ഞാനിവിടെ എക്സാമ്പിൾ പറഞ്ഞു എന്നേ ഉള്ളൂ. ഒരുപാട് ഫങ്ഷണൽ ഗ്രൂപ്പ്സ് ഉണ്ട്. ഓരോ ഫങ്ഷണൽ ഗ്രൂപ്പ്സിനെയും ഡിനോട്ട് ചെയ്യാനായിട്ട് ഇതുപോലെ ഡിഫറെൻ്റ് ആയിട്ടുള്ള നെയിംസ് നമ്മൾ യൂസ് ചെയ്യും. ഡിഫറെൻ്റ് ആയിട്ടുള്ള സെക്കൻഡറി സഫിക്സ് നമ്മളിവിടെ യൂസ് ചെയ്യും. ദെൻ ഇതെന്ന് പറയുന്നത് നമ്മൾ ജനറലായിട്ട് പറഞ്ഞതാണ്. അതായത് ഒരു IUPAC സിസ്റ്റം ഓഫ് നോമൻക്ലേച്ചർ, IUPAC സിസ്റ്റം വെച്ചിട്ട് നോമൻക്ലേച്ചർ ചെയ്തിരിക്കുന്ന കോമ്പൗണ്ട്സിനകത്ത് എന്തൊക്കെ കാണും എന്നാണ് പറയുന്നത്. പ്രിഫിക്സ്, വേർഡ് റൂട്ട്, പ്രൈമറി സഫിക്സ്, സെക്കൻഡറി സഫിക്സ്, ഇത്രയും ആയിരിക്കും അതിൽ കാണുന്നതും ഇതേ ഓർഡറിൽ തന്നെ ആയിരിക്കും പ്രസൻ്റ് ആയിട്ടുള്ളത്. ഇനി നമ്മൾ നെക്സ്റ്റ് പറയാനായിട്ട് പോകുന്നത് ജനറൽ ആയിട്ടുള്ള IUPAC നോമൻക്ലേച്ചറിന് വേണ്ടിയിട്ടുള്ള റൂൾസ് ആണ് പറയുന്നത്. സോ അതെന്ന് പറയുന്നത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. അതായത് നമ്മളിപ്പം ഒരു കോമ്പൗണ്ടിനെ നോമൻക്ലേച്ചർ ചെയ്യാനായിട്ട് ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ട സ്റ്റെപ്പ് എന്ന് പറയുന്നത് അതിലുള്ള പാരൻറ്റ് ചെയിൻ, അതല്ല എങ്കിൽ ലോങ്ങസ്റ്റ് ആയിട്ടുള്ള കാർബൺ ചെയിൻ ഏതാണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. സോ ഇതിന് വേണ്ടിയിട്ട് നമ്മളൊരു ഒരു റൂള് പറയുന്നുണ്ട്. അതെന്ന് പറയുന്നത് ലോങ്ങസ്റ്റ് കാർബൺ ചെയിൻ റൂൾ എന്നാണ് ആ ഒരു റൂളിനെ നമ്മൾ പറയുന്നത്. അതാണ് നമ്മളിപ്പോൾ വരയ്ക്കുന്ന ഒരു കോമ്പൗണ്ട് എന്ന് പറയുന്നത്. സോ ഇവിടെ നിന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ലോങ്ങസ്റ്റ് പോസിബിൾ കാർബൺ ചെയിൻ കണ്ടുപിടിക്കണം. ഇപ്പം ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ 4 കാർബൺ മാത്രമേ പ്രസൻ്റ് ആയിട്ടുള്ളൂ. പക്ഷേ അതേസമയം നമ്മൾ ഇങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിലോ 5 കാർബൺ പ്രസൻ്റ് ആണ്. ഇങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 5 കാർബൺ പ്രസൻ്റ് ആണ്. സോ നമ്മൾ പാരൻറ്റ് ചെയിനായിട്ട് കൺസിഡർ ചെയ്യുന്നത് ഏതാണ്? ഈ ഒരു കാർബൺ ചെയിനിനെ ആയിരിക്കും നമ്മൾ പാരൻറ്റ് ഗ്രൂപ്പായിട്ട് കൺസിഡർ ചെയ്യുന്നത്. സോ ബാക്കി വരുന്ന എല്ലാ ഇതിനെയും നമ്മൾ അതായത് ഈ ഒരു പാരൻറ്റ് ചെയിൻ ഒഴികെ വരുന്നതിനെല്ലാം നമ്മൾ സൈഡ് ചെയിൻസ് എന്നാണ് പറയുന്നത്. സോ ഇതാ കാണുന്നത് ഇത് നമ്മളൊരു സൈഡ് ചെയിൻ ആയിട്ടാണ് കൺസിഡർ ചെയ്തിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് പറയുന്നത് ഇപ്പോൾ നമ്മൾ പറഞ്ഞത് ഇത് നമുക്ക് കാണുമ്പോൾ തന്നെ ഈ ഒരു സ്ട്രക്ചറിൽ നമുക്ക് കൺഫ്യൂഷൻ വരുന്നില്ല. ഏതാണ് നമ്മുടെ പാരൻറ്റ് ചെയിനായിട്ട് കൺസിഡർ ചെയ്യേണ്ടത് എന്നതിൽ നമുക്ക് ഡൗട്ട് വരുന്നില്ല. കാരണം നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കുമ്പോൾ തന്നെ അറിയാം ഏറ്റവും കൂടുതൽ നമ്പർ ഓഫ് കാർബൺ വരുന്നത് ഇങ്ങനെ നമ്മൾ നോക്കുന്ന സമയത്താണ്. പക്ഷേ ഇനി നമ്മൾ പറയുന്നത് ചിലപ്പോൾ ഒരു കോമ്പൗണ്ടിൽ തന്നെ 2 സെയിം നമ്പർ വരുന്ന കാർബൺ ചെയിൻസ് പ്രസൻ്റ് ആയിരിക്കും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എങ്ങനെയാണ് പാരൻറ്റ് ചെയിൻ സെലക്ട് ചെയ്യുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഇവിടെ കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഇപ്പോൾ നമ്മളിവിടെ നമ്പറിങ് ചെയ്യുവാണെങ്കിൽ നമ്മൾ നോക്കുവാണെങ്കിൽ ഇത് 2 സൈഡിൽ നിന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാലും 7 കാർബൺ ആറ്റംസ് നമുക്ക് വരും. 5, 6, 7 ഇവിടെ ഇങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് 7 കാർബൺ ആറ്റംസ് വരും. അതുപോലെ തന്നെ ഇത് സ്ട്രെയിറ്റ് ആയിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് വരും? 7 കാർബൺ ആറ്റംസ് ആണ് വരുന്നത്. സോ ഇങ്ങനത്തെ കണ്ടീഷനിൽ നമ്മൾ ഏത് ഒരു ചെയിനെയാണ്
നമ്മുടെ പാരൻറ്റ് ചെയിനായിട്ട് കൺസിഡർ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതൊരു കാർബൺ ചെയിൻ ആണോ ഏറ്റവും കൂടുതൽ സബ്സ്റ്റിറ്റ്യുവൻസ് വരുന്നത് അതിനെയാണ് നമ്മൾ എന്തെന്ന് കൺസിഡർ ചെയ്യുന്നത്, പാരൻറ്റ് ചെയിനായിട്ട് കൺസിഡർ ചെയ്യുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ ഈ ഒരു ഇങ്ങനെ വരുന്ന ഒരു ചെയിനാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ നമുക്കിവിടെ സൈഡ് ചെയിനായിട്ട് ഒരു സൈഡ് ചെയിൻ മാത്രമേ വരത്തുള്ളൂ. പക്ഷേ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഈ ഒരു ചെയിന് കൺസിഡർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എത്ര സൈഡ് ചെയിൻ വരും? 1 2 3 3 സൈഡ് ചെയിൻ വരും. സോ അങ്ങനെ നോക്കുന്ന സമയത്ത് നമ്മൾ ഈ ഒരു ചെയിനായിരിക്കും എന്ത് ചെയ്യുന്നത്, പാരൻറ്റ് ചെയിനായിട്ട് കൺസിഡർ ചെയ്യുന്നത്. സോ നെക്സ്റ്റ് അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പാരൻറ്റ് ചെയിനിനെ സെലക്ട് ചെയ്യുന്നത്. സോ ദിസ് ഈസ് ദ ഫസ്റ്റ് റൂൾ, ലോങ്ങസ്റ്റ് കാർബൺ ചെയിൻ റൂൾ. ഇനി ഈ ഒരു പാരൻറ്റ് ചെയിൻ നമ്മൾ സെലക്ട് ചെയ്തതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു വേർഡ് റൂട്ട് ഇരിക്കുന്നത്. സോ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്, എന്നാലും ആ ഒരു വേർഡ് റൂട്ട് എങ്ങനെയാണ് എന്നുള്ളത്, അതായത് കാർബണിലിപ്പോൾ നമ്പർ ഓഫ് കാർബണിനെ ബേസ് ചെയ്തിട്ട് വേർഡ് റൂട്ട്സ് എങ്ങനെയൊക്കെയാണ് വരുന്നത് എന്ന് ജസ്റ്റ് ഞാനിവിടെ കൊടുത്തേക്കാം, ഒന്ന് നോക്കാം. ദെൻ നെക്സ്റ്റ് നമ്മൾ പറയുന്ന റൂളെന്ന് പറയുന്നത് ലോവസ്റ്റ് നമ്പർ ഓഫ് ലോക്കൻ്റ് ഓർ ലോവസ്റ്റ് സം റൂളാണ് നെക്സ്റ്റ് പറയുന്നത്. അതായത് ഈ ഒരു റൂളിൽ നമ്മൾ പറയുന്നത് ഇപ്പോൾ ഒരു കാർബൺ എന്ന് പറയുന്നത് നമ്മൾ നമ്പർ ചെയ്യുമല്ലോ, നമ്പർ ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ സബ്സ്റ്റിറ്റ്യുവൻ്റ് എന്ന് പറയുന്നത് ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള നമ്പർ ആയിരിക്കണം സബ്സ്റ്റിറ്റ്യുവൻറ്റിന് കിട്ടേണ്ടത്. അതായത് ഇപ്പോൾ ഇവിടെ ഒരു CH3 ഗ്രൂപ്പ് പ്രസൻ്റ് ആണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു കോമ്പൗണ്ട് നിങ്ങൾ കൺസിഡർ ചെയ്യുക. ഇപ്പോൾ നമ്മൾ നമ്പറിങ് ചെയ്യുവാണെങ്കിൽ കാർബൺ ചെയിൻ നമ്പർ ചെയ്യുവാണ് 1 2 3 4 5. ഓക്കെ, ഇപ്പം റൈറ്റ് സൈഡിൽ നിന്ന് നമ്മൾ സബ്സ്റ്റിറ്റ്യുവൻറ്റിന് റൈറ്റ് സൈഡിൽ നിന്ന് നമ്മൾ നമ്പർ ചെയ്ത് കഴിഞ്ഞാൽ സബ്സ്റ്റിറ്റ്യുവൻറ്റിന് എന്ന് പറയുന്നത് 4 ആയിരിക്കും അവിടെ കിട്ടുന്ന നമ്പറിങ് എന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ ലെഫ്റ്റ് സൈഡിൽ നിന്ന് നമ്പർ ചെയ്ത് പോയാലോ എങ്ങനെയാണ്, നമ്മൾ സബ്സ്റ്റിറ്റ്യുവൻറ്റിന് എന്ന് പറയുന്നത് 2 ആയിരിക്കും. ആ ഒരു പാരൻറ്റ് ചെയിനിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബണിന് കിട്ടുന്നത് ഏതാണ്, 2 എന്ന് പറയുന്ന നമ്പറാണ്. സോ നമ്മളിവിടെ ആ ഒരു സബ്സ്റ്റിറ്റ്യുവൻറ്റിന് കൊടുക്കേണ്ടത് ഏതാണ്, ലോവസ്റ്റ് ആയിട്ടുള്ള നമ്പറിങ് ആയിരിക്കണം നമ്മൾ കൊടുക്കേണ്ടത്. സോ 2 ആണ് നമ്മളിവിടെ കോമ്പൗണ്ടിന് പറയേണ്ട പേര്. മനസ്സിലായോ? അപ്പോൾ ഏതാണോ ലോവസ്റ്റ് ആയിട്ട് വരുന്നത് അതാണ് നമ്മളിവിടെ നെയിമിങ്ങിന് വേണ്ടിയിട്ട് കൺസിഡർ ചെയ്യേണ്ടത്. ഇനി നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ മോർ ദാൻ 1 സബ്സ്റ്റിറ്റ്യുവൻറ്റ് പ്രസൻ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ആ ഒരു 2 നമ്പേഴ്സ് നമ്മൾ ആഡ് ചെയ്യുന്ന സമയത്ത് ഏതാണോ ലോവസ്റ്റ് നമ്പർ വരുന്നത് അതായിരിക്കണം നമ്മൾ കൊടുക്കേണ്ടത്. ഫോർ എക്സാമ്പിൾ പറയുവാണെങ്കിൽ നമ്മളിപ്പോൾ ഈ കൊടുത്തിരിക്കുന്ന കോമ്പൗണ്ടിലെന്ന് പറയുന്നത് 2 പൊസിഷൻസിൽ നമുക്ക് സൈഡ് ചെയിൻസ് പ്രസൻ്റ് ആണ്. കാണുമ്പോൾ മനസ്സിലാവും, കണ്ടോ, 2 പൊസിഷൻസിൽ പ്രസൻ്റ് ആണ്. അപ്പോൾ നമ്മൾ റൈറ്റ് സൈഡിൽ നിന്ന് നമ്പർ കൊടുത്തപ്പോൾ സൈഡ് ചെയിൻസിന് 3ഉം 4ഉം എന്ന് പറയുന്ന നമ്പേഴ്സാണ് കിട്ടിയത്. അതായത് ഇത് അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺസിന് നമുക്ക് കിട്ടിയത് ഏതാണ്, 3ഉം 4ഉം എന്ന് പറയുന്ന നമ്പേഴ്സാണ്. അതേസമയം നമ്മൾ ലെഫ്റ്റ് സൈഡ് മുതലുള്ള കാർബണിൽ നിന്ന് നമ്പർ ചെയ്ത് പോയപ്പോഴത്തേക്ക് ആ സബ്സ്റ്റിറ്റ്യുവൻറ്റിന് വരുന്ന അറ്റാച്ച് ചെയ്ത് വരുന്ന കാർബൺ ആറ്റംസിന് കിട്ടിയ നമ്പേഴ്സ് എങ്ങനെയാണ്, 2ഉം 3ഉം ആണ്. ഇപ്പോൾ നമ്മൾ എങ്ങനെയാണ് ആ ഒരു ലോങ്ങസ്റ്റ് ചെയിന് നമ്പറിങ് ചെയ്യുന്നത്, റൈറ്റ് സൈഡ് ആണോ ലെഫ്റ്റ് സൈഡ് ആണോ എന്ന് നമ്മൾ നോക്കണം. സോ ഇതിന് തൊട്ട് മുന്നേ നമ്മൾ പറഞ്ഞ പോയിന്റ് എങ്ങനെയാണ്, അതായത് നമ്മൾ നമ്പറിങ് ചെയ്യുന്നത് പാരൻറ്റ് ചെയിന് നമ്മൾ നമ്പറിങ് ചെയ്യുന്നത് നമ്മുടെ സബ്സ്റ്റിറ്റ്യുവൻറ്റിന് ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള നമ്പർ കിട്ടുന്ന രീതിക്കായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, അതിന് നെയിമിങ് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞു. ഇൻ കേസ് ഇപ്പോൾ 2ൽ കൂടുതൽ സബ്സ്റ്റിറ്റ്യുവൻറ്റ് പ്രസൻ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ നോക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 സൈഡിൽ നിന്ന് നമ്മൾ നമ്പറിങ് കൊടുക്കണം ഇതുപോലെ. അതിനുശേഷം നമ്മൾ നോക്കണം, അതായത് ഇതും സബ്സ്റ്റിറ്റ്യുവൻ്റ് ആയിട്ടുള്ള കാർബൺ ആറ്റമാണ്, ഇതും സബ്സ്റ്റിറ്റ്യുവൻ്റ് വരുന്ന കാർബൺ ആറ്റമാണ്. സോ റൈറ്റ് സൈഡിൽ നിന്ന് നമ്മൾ നമ്പർ കൊടുത്തപ്പോഴത്തേക്ക് 3ഉം 4ഉം ആണ് കിട്ടിയതല്ലേ. സോ ഇത് രണ്ടും കൂടെ നമ്മൾ ആഡ് ചെയ്തു, 3ഉം 4ഉം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എത്രയാണ് കിട്ടുന്നത്, 7 ആണ് നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത്. അതേസമയം 3ഉം 2ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എത്രയാണ്, ഇവിടെ 5 ആണ് കിട്ടുന്നത്. സോ ഇവിടെ നമ്മൾ നമ്പറിംഗ് ആയിട്ട് കാർബൺ ചെയിന് കൊടുക്കുന്ന നമ്പറിംഗ് ആയിട്ട് കൺസിഡർ ചെയ്യേണ്ടത് ലെഫ്റ്റ് സൈഡിൽ നിന്നും റൈറ്റിലോട്ട് നമ്മൾ കൊടുത്ത നമ്പറിംഗ് സിസ്റ്റമാണ് കൺസിഡർ ചെയ്യേണ്ടത്. സോ പാരൻറ്റ് ചെയിന് ഇവിടെ നമ്മൾ എങ്ങനെയാണ് നെയിമിംഗ് കൊടുക്കുന്നത്, ലെഫ്റ്റ് സൈഡിൽ നിന്ന് റൈറ്റ് സൈഡിലോട്ടായിരിക്കണം നമ്മൾ നമ്പറിംഗ് കൊടുക്കേണ്ടത്. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, നമ്മുടെ കാർബണിൽ വരുന്ന സബ്സ്റ്റിറ്റ്യുവൻസിന് ലോവസ്റ്റ് ആയിട്ടുള്ള
നമ്പറിംഗ് ആയിരിക്കും കിട്ടുന്നത്. സോ ഇങ്ങനെയാണ് നമ്മൾ ഒന്നിൽ കൂടുതൽ സബ്സ്റ്റിറ്റ്വൻസ് ഉണ്ട് എങ്കിൽ അതിന് നമ്മൾ നമ്പറിംഗ് കൊടുക്കുന്നത്. സോ ഇനി ഈ ഒരു രീതിയിൽ നമുക്ക് ഒരു കോമ്പൗണ്ടിന് നെയിമിംഗ് ചെയ്ത് നോക്കാം. അതായത് നമ്മൾ പറയുന്നത് എങ്ങനെയാണ്, ഇപ്പോൾ ഒരു കോമ്പൗണ്ട്, ഇതാണ് നമ്മുടെ കോമ്പൗണ്ട് എന്ന് പറയുന്നത്. സോ ഈ കോമ്പൗണ്ടിന് നമ്മൾ എങ്ങനെയാണ് പേര് കൊടുക്കുന്നത്, അതായത് നമ്മൾ നമ്പറിങ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഒരു കൺഫ്യൂഷനും ഇല്ല. ഇത് ഈ കാണുന്ന സ്ട്രെയിറ്റ് ചെയിൻ തന്നെയാണ് നമ്മുടെ പാരൻറ്റ് കാർബൺ എന്ന് പറയുന്നത്, അല്ലേ, കാർബൺ ചെയിൻ. സോ ഇതിന് നമ്മൾ എങ്ങനെ നമ്പറിങ് കൊടുക്കും? റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സബ്സ്റ്റിറ്റ്വൻറ്റിന് കിട്ടുന്നത് എങ്ങനെയായിരിക്കും? 2 ആയിരിക്കും കിട്ടുന്ന നമ്പർ എന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ ലെഫ്റ്റിൽ നിന്ന് നോക്കുകയാണെങ്കിലോ നമ്മുടെ സബ്സ്റ്റിറ്റ്വൻറ്റ് വരുന്ന കാർബൺ ആറ്റം എന്ന് പറയുന്നത് 3 ആയിരിക്കും നമ്മളിവിടെ കിട്ടുന്ന നമ്പർ. സോ നമ്മൾ ഏതാണ് കൺസിഡർ ചെയ്യുന്നത്? ഈ 2 ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. സോ ഈ സെക്കൻഡ് പൊസിഷനിൽ വന്നിട്ടുള്ള ഏത് സബ്സ്റ്റിറ്റ്വൻ്റ് എന്ന് പറയുന്നത് CH3 ഗ്രൂപ്പാണല്ലേ. സോ CH3 ഗ്രൂപ്പ് എന്ന് പറയുന്നതിന് നമ്മൾ മീത്തൈൽ ഗ്രൂപ്പ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഈ ഒരു കോമ്പൗണ്ട് ഇതെന്താണ്, സബ്സ്റ്റിറ്റ്വൻ്റ് എന്ന് പറയുന്ന മീത്തൈൽ ഗ്രൂപ്പാണ്. അതുപോലെ തന്നെ കാർബൺ ചെയിൻ എന്ന് പറയുന്നത് എന്താണ്, ബ്യൂട്ടൈൻ ആണ്. സോ നമ്മൾ ഇതിനെ എങ്ങനെ നെയിം ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം നമ്മൾ സബ്സ്റ്റിറ്റ്വൻറ്റ്, നമ്മൾ നേരത്തെ പറഞ്ഞു പ്രിഫിക്സ് കൊടുക്കണം. പ്രിഫിക്സ് എന്ന് പറയുമ്പോഴത്തേക്ക് സെക്കൻഡ് പൊസിഷനിലാണ് ഇതിരിക്കുന്നതല്ലേ, അപ്പം 2 കൊടുക്കുക, അതിൻ്റെ പൊസിഷൻ ഡിനോട്ട് ചെയ്യുക. ദെൻ നമ്മളൊരു ഹൈഫൺ ഇട്ട് കൊടുക്കുക. ദെൻ അതിനുശേഷം ആ ഒരു സബ്സ്റ്റിറ്റ്വൻറ്റിൻ്റെ നെയിം, ഇപ്പം മീത്തൈൽ, അപ്പോൾ എന്താണ് 2 മീത്തൈൽ. ഇനി നമ്മുടെ പാരൻറ്റ് ചെയിൻ കാർബൺ ഏതാണ്, പാരൻറ്റ് ചെയിൻ ഏതാണ്, ബ്യൂട്ടൈൻ. സോ അതായത് ബ്യൂട്ടൈൻ വന്നത് എങ്ങനെയാണ്, അതായത് ഇവിടെ ഒരു ബ്യൂട്ടൈൻ വന്നത് എങ്ങനെയാണ്, ഇവിടെ നിന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് സിംഗിൾ ബോണ്ട് വെച്ചിട്ടാണ് കാർബൺസ് പ്രസൻ്റ് ആയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്തെന്ന് പറയാം, ബ്യൂട്ടൈൻ എന്ന് പറയാം. സോ ഇതാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് എന്താണ്, അപ്പോൾ ഈ ഒരു കോമ്പൗണ്ടിൻ്റെ നെയിം എന്ന് പറയുന്നത് എന്താണ്, 2 മീഥൈൽ ബ്യൂട്ടൈൻ ആണ്. ഇൻസ്റ്റഡ് ഓഫ് ദാറ്റ് ഇവിടെ എന്ന് പറയുന്നത് ഒരു സബ്സ്റ്റിറ്റ്വൻ്റ് ആയിട്ട് ഫ്ലൂറിനാണ് വന്നത്, എന്നാൽ നമ്മൾ എന്ത് പറയും, 2 ഫ്ലൂറോ ബ്യൂട്ടൈൻ എന്ന് പറയും. അതുപോലെ തന്നെ ക്ലോറിൻ ആണെങ്കിലോ 2 ക്ലോറോ ബ്യൂട്ടൈൻ എന്ന് പറയും. സോ ഇങ്ങനെയാണ് നമ്മൾ നെയിമിംഗ് കൊടുക്കുന്നത്. ദെൻ നെക്സ്റ്റ് നമുക്ക് പറയാനായിട്ടുള്ള റൂൾ എന്ന് പറയുന്നത് ആൽഫബറ്റിക് ഓർഡർ ഓഫ് പ്രിഫിക്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് നെക്സ്റ്റ് റൂള്. സോ ഇവിടെ നമ്മൾ പറയുന്നത്, ഇപ്പോൾ ഒരു കോമ്പൗണ്ടിലെന്ന് പറയുന്നത് 2 സബ്സ്റ്റിറ്റ്വൻറ്റ് പ്രസൻ്റ് ആണ്. 2 സബ്സ്റ്റിറ്റ്വൻറ്റും സിമിലർ ആയിട്ടുള്ള സബ്സ്റ്റിറ്റ്വൻ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ കൊടുക്കാം, ഇപ്പോൾ രണ്ടിടത്തും മീത്തൈൽ ഗ്രൂപ്പാണ് പ്രസൻ്റ് ആയിട്ടുള്ളത്. നമ്മൾ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ റൈറ്റ് സൈഡിൽ നിന്ന് നമ്പർ കൊടുത്തു കഴിഞ്ഞാലും ലെഫ്റ്റ് സൈഡിൽ നിന്ന് നമ്പർ കൊടുത്തു കഴിഞ്ഞാലും 2 സബ്സ്റ്റിറ്റ്വൻറ്റിനും ഒന്നുകിൽ 2 അല്ലെങ്കിൽ 4 എന്ന് പറയുന്ന നമ്പറേ കിട്ടത്തുള്ളൂ. സോ നമ്മൾ അവിടെ എങ്ങനെ എഴുതും, 2,4 ഒരു ഹൈഫൺ കൊടുക്കുക. ദെൻ അത് കഴിഞ്ഞിട്ട് പറഞ്ഞാൽ ഡൈ മീഥൈൽ ഹെപ്റ്റെയിൻ. കാരണം ഡൈ എന്ന് കൊടുക്കാൻ കാരണം എന്താണ്, ഇവിടെ രണ്ടിടത്തും മീഥൈൽ ഗ്രൂപ്പാണ് പ്രസൻ്റ് ആയിട്ടുള്ളത്. ദെൻ നെക്സ്റ്റ് നമ്മൾ പറയുന്നത്, ഇപ്പോൾ ഒന്നിൽ കൂടുതൽ സബ്സ്റ്റിറ്റ്വൻസ് പ്രസൻ്റ് ആയിട്ടുണ്ട്, അതെന്ന് പറയുന്നത് നമ്മൾ എങ്ങനെ നെയിമിംഗ് കൊടുക്കുമെന്നാണ് നമ്മൾ നോക്കുന്നത്. അതായത് ഇപ്പോൾ നമ്മളിങ്ങനെ നമ്പറിങ് നോക്കുന്ന സമയത്ത് എന്താണ്, 1 ലോവസ്റ്റ് ആയിട്ടുള്ള നമ്പർ കിട്ടുന്ന നമ്മൾ റൈറ്റ് സൈഡിൽ നിന്ന് നമ്പർ കൊടുക്കുമ്പോഴത്തേക്കാണ് 3, 4, 5, 6, 7. ഇപ്പോൾ നമ്മൾ ഇങ്ങനെ നമ്പറിങ് കൊടുത്തു. സോ സെക്കൻഡ് പൊസിഷനിലെന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് മീഥൈൽ ഗ്രൂപ്പും അതുപോലെ തന്നെ 4th പൊസിഷനിലെന്ന് പറയുമ്പോഴത്തേക്കും എന്താണ്, ഈഥൈൽ ഗ്രൂപ്പുമാണ് പ്രസൻ്റ് ആയിട്ടുള്ളത്. പക്ഷേ നമ്മളിവിടെ നമ്പറിങ് കൊടുക്കുന്ന സമയത്ത് അവിടെ ആൽഫബറ്റിക് ഓർഡറാണ് കൺസിഡർ ചെയ്യുന്നത്. അതായത് ഫസ്റ്റ് വരുന്നത് ഈഥൈൽ ഗ്രൂപ്പാണ്, അല്ലേ ഫസ്റ്റ് നമ്മുടെ ആൽഫബറ്റിക് ഓർഡറിൽ വരുന്നത്. സോ ആദ്യം നമ്മൾ എന്ത് കൊടുക്കും, 4 ഒരു ഹൈഫൺ കൊടുത്തിട്ട് ഈഥൈൽ, 2 എന്താണ്, മീഥൈൽ ഗ്രൂപ്പ്. അതായത് നമ്മൾ ആൽഫബറ്റിക് ഓർഡർ നോക്കുമ്പം എമ്മിന് മുന്നേ ആയിട്ട് വരുന്നത് കൊണ്ട് ആ ഒരു ആൽഫബറ്റിക് ഓർഡർ കൺസിഡർ ചെയ്തിട്ടാണ് നമ്മളിവിടെ എന്ത് ചെയ്തിട്ടുള്ളത്, നെയിമിംഗ് ചെയ്തിട്ടുള്ളത്. സബ്സ്റ്റിറ്റ്വൻറ്റിൻ്റെ എന്താണ്, ലോവസ്റ്റ് ആയിട്ടുള്ള സബ്സ്റ്റിറ്റ്വൻറ്റിനല്ല നമ്മളിവിടെ ആദ്യം എഴുതിയിട്ടുള്ളത്. പക്ഷേ നമുക്ക് ഏതാണോ ആൽഫബറ്റിക് ഓർഡർ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ആദ്യം വരുന്നത് അതാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. സോ നമ്മുടെ പാരൻറ്റ് കാർബൺ ചെയിനിലെന്ന് പറയുന്നത് 7 കാർബൺ ഉണ്ട്. സോ അതിനെ നമ്മൾ അതുപോലെ തന്നെ അവിടെ എന്താണ്, സിംഗിൾ ബോണ്ട് കൊണ്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഹെപ്റ്റെയിൻ എന്നാണ് കൊടുത്തത്. സോ അങ്ങനെയാണ് ഇവിടെ എന്ത് പേര് വന്നത്, 4 ഈഥൈൽ 2 മീഥൈൽ ഹെപ്റ്റെയിൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു നെയിമിംഗ് ഇവിടെ വന്നിട്ടുള്ളത്. ദെൻ നെക്സ്റ്റ് നമ്മൾ പറയാനായിട്ട് പറയുന്നത്, അതായത് ഇപ്പം നമ്മളിപ്പോൾ ഒരു കോമ്പൗണ്ടിന് എങ്ങനെയാണ് നെയിമിംഗ് കൊടുക്കുന്നതെന്നാണല്ലേ.
ഇവിടെ. അതായത് ഇപ്പോൾ നമ്മൾ പറഞ്ഞിരിക്കുന്നത് നമ്മളിപ്പോൾ നമ്പറിങ് ചെയ്യുമ്പോഴത്തേക്ക് ഇപ്പോൾ ഫസ്റ്റ് റൈറ്റ് സൈഡിൽ നിന്ന് നമ്മൾ നമ്പറിങ് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ ബ്രോമിന് 2 എന്ന് പറയുന്ന നമ്പർ വരും, അതുപോലെ തന്നെ അയഡിൻ എന്ന് പറയുന്നത് 4 എന്ന് പറയുന്ന നമ്പർ വരും. പക്ഷേ നമ്മൾ ലെഫ്റ്റ് സൈഡിൽ നിന്ന് നമ്പറിങ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പം എന്താണ് അയഡിനായിരിക്കും 2 എന്ന് പറയുന്ന നമ്പർ കിട്ടുന്നത്, ബ്രോമിൻ എന്ന് പറയുന്നത് 4 എന്ന് പറയുന്ന നമ്പറാണ് കിട്ടുന്നത്. സോ നമുക്ക് സബ്സ്റ്റിറ്റ്യൂവൻറ്റ് റൈറ്റ് സൈഡിൽ നിന്നും ലെഫ്റ്റ് സൈഡിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കൺഫ്യൂഷൻ വരും. ഏതിനാണ് 2 എന്ന് പറയുന്ന നമ്പർ 4 എന്ന് പറയുന്ന നമ്പർ കൊടുക്കണം എന്നുള്ളത് നമുക്ക് കൺഫ്യൂഷൻ വരും. ആ ഒരു സമയത്ത് നമ്മൾ നോക്കേണ്ടത് ഏതാണോ നമ്മുടെ ആൽഫബറ്റിക് ഓർഡർ അനുസരിച്ച് വരുമ്പോഴത്തേക്ക് ആദ്യം വരുന്നത്. ഇപ്പം ബ്രോമിനാണ് നമ്മുടെ സബ്സ്റ്റിറ്റ്യൂവൻ്റ് എങ്കിൽ നമ്മൾ ബ്രോമോ എന്ന പ്രിഫിക്സ് ആണ് അവിടെ കൊടുക്കുന്നത്. അതേസമയം അയഡിൻ ആണെങ്കിൽ അയഡോ എന്നാണ് കൊടുക്കുന്നത്. സോ നമ്മൾ ആൽഫബറ്റിക്കലി നോക്കിക്കഴിഞ്ഞാൽ അയഡിൻ്റെ ഐയെക്കാട്ടിലും ബ്രോമിൻ്റെ ബി ആണ് ഫസ്റ്റ് വരുന്നത് അല്ലേ. സോ അതുകൊണ്ട് തന്നെ ലോവസ്റ്റ് ആയിട്ടുള്ള നമ്പർ ആർക്കാണ് നമ്മൾ കൊടുക്കുന്നത്, ബ്രോമിനാണ് കൊടുക്കുന്നത്. സോ നമ്മൾ ഇവിടുത്തെ പേരെന്ന് പറയുന്നത് എങ്ങനെ പോകും, 2 ബ്രോമോ 4 അയഡോ ഹെപ്റ്റേൻ എന്ന് വരും. സോ ഇങ്ങനെയാണ് ഇവിടെ നമുക്ക് നെയിമിങ് വന്നിട്ടുള്ളത്. സോ നെക്സ്റ്റ് നമ്മൾ പറഞ്ഞിരിക്കുന്ന നമ്പറിൻ്റെ മൾട്ടിപ്പിൾ ബോണ്ട്സ് ആണ്. അതായത് നമ്മൾ എടുക്കുന്ന ആ ഒരു ഓർഗാനിക് കോമ്പൗണ്ടിൽ മൾട്ടിപ്പിൾ ബോണ്ടുകൾ പ്രസൻ്റ് ആണെന്നുണ്ടെങ്കിൽ, അതായത് ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ടോ ഒക്കെ പ്രസൻ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ഗ്രൂപ്പിനെ എങ്ങനെ, ആ കോമ്പൗണ്ടിനെ എങ്ങനെ നെയിമിങ് ചെയ്യുന്നതാണ് നോക്കുന്നത്. അതായത് നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഇപ്പം നമ്മൾ എടുക്കുന്ന ഒരു കോമ്പൗണ്ട് എന്ന് പറയുന്നതിൽ കാർബൺ ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ടോ പ്രസൻ്റ് ആയിട്ടുണ്ടെങ്കിൽ ആ ഒരു ചെയിനെ നമ്മൾ ഉറപ്പായിട്ടും പാരൻറ്റ് ചെയിനായിട്ട് കൺസിഡർ ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ഇനി നമുക്ക് എങ്ങനെയാണ് അത് നെയിമിങ് കൊടുക്കുന്നത് നോക്കാം. അതായത് ഇപ്പം നമ്മളിവിടെ നെയിമിങ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ്, ഇവിടെ 1 2 3 4 5 6 7 8 ഇങ്ങനെയായിരിക്കും നമുക്ക് നമ്പറിങ് കിട്ടുന്നതല്ലേ. സോ നമ്മൾ 7th പൊസിഷനിലെന്ന് പറയുന്നത് നമ്മുടെ മീത്തൈൽ ഗ്രൂപ്പ് പ്രസൻ്റ് ആണ്. സോ നമ്മൾ നെയിം ചെയ്യുമ്പോഴത്തേക്ക് 7 മീത്തൈൽ. നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ഈ ഒരു പാരൻ്റ് ചെയിൻ എന്ന് പറയുന്നത് ഒക്ടീനാണ്. അതായത് ഡബിൾ ബോണ്ട് പ്രസൻ്റ് ആണ്, അതുകൊണ്ടാണ് നമുക്കിവിടെ ഈൻ വന്നത്. അതുപോലെ തന്നെ 8 കാർബൺ ആറ്റംസ് ഉള്ളതുകൊണ്ട് ഒക്റ്റ് വന്നു. ഇനി ഈ 3 എന്ന് പറയുന്നത് നമ്മളിവിടെ 3rd പൊസിഷനിലുള്ള കാർബണിലാണ് ഡബിൾ ബോണ്ട് ഉള്ളത് എന്ന് കാണിക്കാനാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് 3 എന്ന് പറഞ്ഞ നമ്പറിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഡിനോട്ട് ചെയ്തിട്ടുള്ളത്. സോ ഇങ്ങനെയാണ് ഈ ഒരു കോമ്പൗണ്ടിന് പേര് കൊടുത്തിട്ടുള്ളത്. എങ്ങനെയാണ്, 7 മീത്തൈൽ, 7th പൊസിഷനിൽ മീത്തൈൽ പ്രസൻ്റ് ആണ്. അതുപോലെ തന്നെ 3rd പൊസിഷനിൽ ഒരു ഡബിൾ ബോണ്ട് പ്രസൻ്റ് ആണ്. പിന്നെ എത്ര കാർബൺ ഉണ്ട്, 8 കാർബൺ പ്രസൻ്റ് ആയിട്ടുണ്ട്. സോ ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു കോമ്പൗണ്ടിനെ നെയിം ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ നെക്സ്റ്റ് പറയുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പോൾ നമ്മൾ എടുക്കുന്ന ഒരു കാർബൺ കോമ്പൗണ്ടിലെന്ന് പറയുന്നത് ഇപ്പോൾ ഒന്നിൽ കൂടുതൽ ഡബിൾ ബോണ്ട് പ്രസൻ്റ് ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈവൻ അതൊരു ലോങ്ങർ ആയിട്ടുള്ള കാർബൺ ചെയിൻ അല്ല എങ്കിൽ പോലും അതിന് നമ്മൾ പാരൻ്റ് ചെയിനായിട്ട് കൺസിഡർ ചെയ്യും. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. സോ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ സ്ട്രെയിറ്റ് ആയിട്ട് കാണുന്ന ചെയിനിലെന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര കാർബണാണ്, 6 കാർബണേ കാണാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഇങ്ങനെ നമ്മൾ ഈ ഒരു ചരിഞ്ഞു പോകുന്ന, അതായത് ഈ ഒരു പൊസിഷനിൽ നിന്ന് നമ്മൾ ഇങ്ങനെ സൈഡ് ചെയിൻ പോകുന്നില്ല, ആ ഒരു സൈഡ് ചെയിനെയും കൂടെ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അതിനെക്കാട്ടിലും നമ്പർ കൂടുതൽ വരും, ഇവിടെ നമുക്ക് കാർബണിൻ്റെ നമ്പർ കൂടുതൽ വരും. എന്നാൽ പോലും നമ്മൾ അതിനെ കൺസിഡർ ചെയ്യുന്നില്ല പാരൻ്റ് കാർബൺ ചെയിനായിട്ട്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നോ അതിൽ കൂടുതലോ ഡബിൾ ബോണ്ട് പ്രസൻ്റ് ആയിട്ടുള്ള കാർബൺ ചെയിനെ വേണം നമ്മൾ പാരൻ്റ് ചെയിനായിട്ട് കൺസിഡർ ചെയ്യാൻ. അതാണ് നമ്മുടെ റൂൾ എന്ന് പറയുന്നത്. സോ അതാണ് നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത്. 3rd പൊസിഷനിൽ ഇപ്പോൾ നമ്മൾ നമ്പറിങ് ചെയ്ത് വരുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ നിന്ന് വരുമ്പോഴായിരിക്കും നമുക്ക് ലോവസ്റ്റ് ആയിട്ടുള്ള നമ്പർ കിട്ടുന്നത്. സോ 3rd പൊസിഷനിലുള്ള കാർബണിൽ 4 കാർബൺ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. സോ മെത്തേഡ് പ്രോപ്പർ ബ്യൂട്ട്. അപ്പം ബ്യൂട്ടൈൽ സബ്സ്റ്റിറ്റ്യൂവൻ്റ് എന്ന് പറയുന്നത് നമ്മൾ ബ്യൂട്ടൈൽ, 3 ബ്യൂട്ടൈൽ. ഇനി നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് ഹെക്സാഡയീൻ ആണ്. ഹെക്സാഡയീൻ എന്ന് പറയുന്നത് നമുക്കിവിടെ 6 കാർബണാണ് പാരൻ്റ് ചെയിനിൽ പ്രസൻ്റ് ആയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് നമുക്കിവിടെ ഹെക്സ എന്ന് വന്നത്. ഇനി ഈൻ വന്നതും നിങ്ങൾക്കറിയാം അവിടെ ഡബിൾ ബോണ്ട് വന്നതുകൊണ്ടാണ് ഈൻ വന്നത്. ഇനി ഡൈ എന്ന് പറയുന്നത് 2 ഡബിൾ ബോണ്ട് പ്രസൻ്റ് ആയിട്ടുള്ളതിനെയാണ് നമ്മൾ ഡൈ എന്ന് പറയുന്നത്. ഇനി ഈ പറഞ്ഞിരിക്കുന്ന 1ഉം 4ഉം, ഈ 1ഉം 4 എന്ന് പറയുന്നത് ഡബിൾ ബോണ്ട് പ്രസൻ്റ് ആയിട്ടുള്ള പൊസിഷനെയാണ് നമ്മൾ ഡിനോട്ട് ചെയ്തിട്ടുള്ളത്. അതായത് ലെഫ്റ്റിൽ നിന്നാണ് നമ്മളിവിടെ നമ്പറിങ് കൊടുത്തിരിക്കുന്നത്. സോ അങ്ങനെയാണ് 3 ബ്യൂട്ടൈൽ 1,4 ഹെക്സാഡയീൻ എന്ന് പറഞ്ഞിരിക്കുന്നത്.
ഇനി നെക്സ്റ്റ് ലാസ്റ്റ് റൂൾ എന്ന് പറയുന്നത് നെയിമിംഗ് ഓഫ് ഫങ്ഷണൽ ഗ്രൂപ്പാണ്. അതായത് ഫങ്ഷണൽ ഗ്രൂപ്പിങ്ങിന് നമ്മൾ ഫങ്ഷണൽ ഗ്രൂപ്പ് പ്രസൻ്റ് ആയിട്ടുള്ളതിന് നമ്മൾ എങ്ങനെ നെയിം ചെയ്യുമെന്നാണ് നെക്സ്റ്റ് പറയുന്നത്. സോ ഇതുവരെ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഇനി ഈ ലാസ്റ്റ് കോമ്പൗണ്ട് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാവും, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്. എങ്ങനെയാണ്? 3-ബ്യൂട്ടൈൽ. ബ്യൂട്ടൈൽ എന്ന് പറയുന്നത് എന്താണ്? പ്രിഫിക്സ് ആണ്. പ്രിഫിക്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിനകത്ത് പ്രസൻ്റ് ആയിട്ടുള്ള സബ്സ്റ്റിറ്റ്വൻറ്റ്. ഇനി അതുപോലെ തന്നെ ഹെക്സ എന്ന് പറയുന്നത് ഇവിടുത്തെ എന്താണ്? വേർഡ് റൂട്ടാണ്. ഇനി പ്രൈമറി സഫിക്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ഈനാണ് അല്ലേ? അതായത് ഡബിൾ ബോണ്ടോ എന്താണ് ട്രിപ്പിൾ ബോണ്ടോ പ്രസൻ്റ് ആയിട്ടുണ്ടോ അതിനെയാണ്, ആ ഒരു ബോണ്ടിനെയാണ് നമ്മൾ സെക്കൻഡറി സഫിക്സ് എന്ന് പറഞ്ഞപ്പോൾ ഇതുവരെ ആയി. ഇനി നെക്സ്റ്റ് എന്താണ്? നെക്സ്റ്റ് റൂളിലാണ് നമ്മൾ സെക്കൻഡറി സഫിക്സ് വരുന്നത്. അതായത് സെക്കൻഡറി സഫിക്സ് എന്ന് പറയുന്നത് എന്താണ്? അവിടുത്തെ ഫങ്ഷണൽ ഗ്രൂപ്പാണ് അല്ലേ? അപ്പോൾ ഇതുവരെ ഉള്ളത് കറക്റ്റ് ഓർഡറിലാണ് നമ്മളിപ്പോൾ എഴുതിയിരിക്കുന്നത്. കണ്ടോ? പ്രിഫിക്സ് ഉണ്ട്, വേർഡ് റൂട്ട് ഉണ്ട്, അതുപോലെ തന്നെ പ്രൈമറി സഫിക്സ് ഉണ്ട്. ഇനി നെക്സ്റ്റ് നമ്മൾ പറയാനായിട്ട് പോകുന്നത് ഫങ്ഷണൽ ഗ്രൂപ്പിൻ്റെ ഒരു കോമ്പൗണ്ടിൽ ഫങ്ഷണൽ ഗ്രൂപ്പ് വന്നാൽ അതിനെ എങ്ങനെ നെയിം ചെയ്യും എന്നാണ് പറയുന്നത്. അതും കൂടെ ആകുമ്പോഴത്തേക്ക് നമ്മുടെ ആ ഒരു ഫസ്റ്റ് പറഞ്ഞില്ലേ, പ്രിഫിക്സ്, അതുപോലെ തന്നെ വേർഡ് റൂട്ട്, പ്രൈമറി സഫിക്സ്, സെക്കൻഡറി സഫിക്സ്, അത്രയും ആവും. അതും കൂടി നെക്സ്റ്റ് പറയുന്നതാണ്. അപ്പോൾ എന്താണ് നെയിമിംഗ് ഓഫ് ഫങ്ഷണൽ ഗ്രൂപ്പ്? ഇതെങ്ങനെയാണ് നമ്മളിപ്പോൾ നെയിമിങ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം നമ്മുടെ കാർബൺ ചെയിനിൽ പ്രൈമറി എന്താണ് നമ്മൾ എടുക്കുന്ന പാരൻറ്റ് ചെയിൻ കാർബണിൽ നമ്മൾ ഏത് ഇൻക്ലൂഡ് ചെയ്യണം? നമ്മുടെ ഫങ്ഷണൽ ഗ്രൂപ്പ് ഉള്ള ചെയിൻ ആയിരിക്കണം നമ്മൾ പാരൻറ്റ് കാർബൺ ചെയിനായിട്ട് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഫങ്ഷണൽ ഗ്രൂപ്പിനെന്ന് പറയുന്നത് ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ നമ്പർ കിട്ടുന്ന രീതിക്കായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്? അവിടെ നമ്പറിങ് കൊടുക്കേണ്ടത്. ദെൻ നെക്സ്റ്റ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്, ഇപ്പോൾ ഓരോരോ സെക്കൻഡറി സഫിക്സ് എന്ന് പറയുന്നത്, അതായത് ഓരോരോ കോമ്പൗണ്ട്സിനനുസരിച്ചിട്ടായിരിക്കും നമ്മളിവിടെ എന്ത് കൊടുക്കുന്നത്? നമ്മുടെ സഫിക്സ് കൊടുക്കുന്നത്, സെക്കൻഡറി സഫിക്സ്. ഇപ്പോൾ നമ്മുടെ ഫോർ എക്സാമ്പിൾ പറയുവാണെങ്കിൽ ആൽക്കഹോൾ OH ഗ്രൂപ്പ് പ്രസൻ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കും? ഓളാണ് നമ്മളിവിടെ കൊടുക്കുന്ന സഫിക്സ്. അതുപോലെ തന്നെ ആൽഡിഹൈഡാണ് പ്രസൻ്റ് ആയിട്ടുള്ളതെങ്കിൽ, ആൽഡിഹൈഡ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുന്ന സഫിക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഓൾ എന്നായിരിക്കും നമ്മൾ കൊടുക്കുന്ന, ആൽ എന്നാണ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ കീറ്റോൺ ആണെങ്കിൽ നമ്മൾ എന്തെന്നാണ് കൊടുക്കുന്നത്? കീറ്റോൺ ആണ് നമ്മുടെ ഫങ്ഷണൽ ഗ്രൂപ്പ് ഇവിടെ വരുന്നതെങ്കിൽ നമ്മളിവിടെ ഓൺ എന്നാണ് കൊടുക്കുന്നത്. സോ നെക്സ്റ്റ് അതുപോലെ തന്നെ നമ്മൾ കാർബോക്സിലിക് ആസിഡ് ആണ് വരുന്നതെങ്കിൽ നമ്മൾ കൊടുക്കുന്നത് എന്താണ്? ഓയിക് ആസിഡ് എന്ന് പറയുന്ന ആ ഒരു സെക്കൻഡറി സഫിക്സ് ആണ് നമ്മൾ കൊടുക്കുന്നത്. എന്താണ്? ഓയിക് ആസിഡ്. സോ ഇങ്ങനെയാണ് നമ്മൾ കൊടുക്കുന്നത്. ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഒരു കോമ്പൗണ്ട് വെച്ച് തന്നെ നമുക്ക് നോക്കാം. അതായത് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന കോമ്പൗണ്ട് എന്ന് പറയുന്നതിൽ നമ്മൾ നമ്പറിങ് കൊടുക്കണം. നമ്പറിങ് കൊടുക്കുമ്പോഴത്തേക്ക് എങ്ങനെയാണ് നമുക്ക് ലീസ്റ്റ് ആയിട്ടുള്ളത് കിട്ടുന്നത്? റൈറ്റിൽ നിന്ന് നമ്മൾ ലെഫ്റ്റിലോട്ട് നമ്പറിങ് ചെയ്യുവാണ്. ലെഫ്റ്റിൽ നിന്ന് നമ്മൾ റൈറ്റിലോട്ടാണ് നമ്പറിങ് ചെയ്യുന്നത്. 1 2 3. അപ്പോൾ നമ്മൾ ഫങ്ഷണൽ ഗ്രൂപ്പിന് നമ്പറിങ് കൊടുക്കുന്നില്ല. 1 2 3. ഓക്കെ. അപ്പോൾ തേർഡ് ഗ്രൂപ്പിൽ എന്ത് പ്രസൻ്റ് ആണ്? തേർഡ് പൊസിഷനിൽ എന്ന് പറയുന്നത് നമ്മുടെ മീത്തൈൽ ഗ്രൂപ്പ് പ്രസൻ്റ് ആണ്. അതുപോലെ തന്നെ ഫോർത്ത് പൊസിഷനിൽ എന്ന് പറഞ്ഞാൽ ഈത്തൈൽ ഗ്രൂപ്പ് പ്രസൻ്റ് ആണ്. ഇനി ഫസ്റ്റ് പൊസിഷനിൽ എന്ത് പ്രസൻ്റ് ആണ്? നമ്മുടെ ആൽക്കഹോൾ OH ഗ്രൂപ്പ് പ്രസൻ്റ് ആണല്ലേ. ഇനി അപ്പോൾ നമ്മൾ എങ്ങനെ ഇതിന് പേര് കൊടുക്കും? ഫസ്റ്റ് നമ്മൾ നേരത്തെ നമ്മൾ പറഞ്ഞതനുസരിച്ച് എങ്ങനെ കൊടുക്കും? ആൽഫബറ്റിക് റൂൾ വെച്ച് നോക്കുമ്പോൾ ഈതയിലാണ് വരുന്നത്. സോ 4 ഈതൈൽ, അതുപോലെ തന്നെ എന്താണ്? 4 ഈതൈൽ, 3 മീത്തൈൽ ആൻഡ് നെക്സ്റ്റ് എന്താണ്? നമ്മുടെ ഹെപ്റ്റാണ് വരുന്നതല്ലേ, ഹെപ്റ്റെയിൻ. ഇവിടെ ഡബിൾ ബോണ്ട് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഹെപ്റ്റെയിൻ ആണ്. അപ്പം ഹെപ്റ്റെയിനും അതിൻ്റെ ഫസ്റ്റ് പൊസിഷനിൽ എന്താണ്? OH ഗ്രൂപ്പ് വരെയാണ്, അതായത് ആൽക്കഹോൾ. അപ്പോൾ നമ്മൾ എന്തെന്ന് എഴുതും? ഹെപ്റ്റനോൾ എന്നാണ് എഴുതുന്നത്. ഹെപ്റ്റെയിനിൻ്റെ ഈ മാറ്റിയിട്ട് നമ്മൾ എന്താണ്? ഹെപ്റ്റനോൾ എന്നാണ് ഇവിടെ എഴുതുന്നത്. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വേറൊരു രീതിയിൽ എങ്ങനെ എഴുതും? 4 ഈതൈൽ 3 മീതൈൽ ഹെപ്റ്റെയിൻ 1 ഹെപ്റ്റെയിൻ അല്ല, ഹെപ്റ്റ് 1 ഓൾ. ഇങ്ങനെയും നമുക്കിതിന് എഴുതാവുന്നതാണ്. ഇതാണ് നമ്മുടെ ലാസ്റ്റ് റൂൾ എന്ന് പറയുന്നത് നോമൻക്ലേച്ചറിലുള്ളത്. സോ ഇത്രയും റൂൾസ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കോമ്പൗണ്ടിനെ ബേസിക് ആയിട്ട് നെയിമിങ് ചെയ്യുന്നത്. സോ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ ഇനിയും യൂസ്ഫുൾ ആയിട്ടുള്ള കണ്ടൻസ് കിട്ടാനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഫ്രണ്ട്സിനും കൂടിയിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് നെക്സ്റ്റ് ക്ലാസ്സിൽ ഏത് ടോപ്പിക്കാണ് വേണ്ടതെന്നുള്ളത് കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.